ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ കൃത്യയും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്ന് എവിടേക്കാണ് ഈ പോക്കെന്ന്. അപ്പം ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് ഗൈസ്, ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് സൺഡേ ആണ്, നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കുട്ടീസിനെയൊക്കെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാമെന്ന് തന്നെ ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച് ഇറങ്ങിയ സ്ഥലം വർക്കല ബീച്ചായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ തീരുമാനം മാറ്റി ഗൈസ്. അങ്ങനെ വർക്കല ബീച്ച് മാറ്റി കാപ്പിലാക്കി പോകാനുള്ള തീരുമാനം. അപ്പോൾ കാപ്പിലോട്ടാണ് ഈ പോകുന്നത്. അപ്പോഴത്തേക്കും പകുതി എത്തിയപ്പോഴത്തെ വണ്ടിയുടെ പെട്രോളിൻ്റെ കാര്യത്തിൽ തീരുമാനം. അങ്ങനെ ഞാൻ പെട്രോൾ അടിക്കാൻ കയറി ഗൈസ്. അപ്പോൾ ഇവരിവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും വന്നിട്ടില്ല. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നേരെ കാപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ കാപ്പിൽ ഇത്ര അടിപൊളിയായി എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം കാപ്പിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല. കാപ്പിൽ ബീച്ച് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പോയി മുറിച്ച് കിടന്ന സമയത്ത് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലോട്ട് കടലിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അടിപൊളി വൈബെന്ന് വെച്ചാൽ അടിപൊളി വൈബായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തു നമ്മളെല്ലാവരും. കുട്ടീസെന്ന് മാത്രമല്ല, നമ്മൾ വലിയവരായാലും എല്ലാവരും ഒന്നിനൊന്നും ഇതായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്ത് പിന്നെ അടിപൊളി വൈബായിരുന്നു. കുട്ടീസിനെ ഈ ക്രിസ്മസ് വെക്കേഷനായിട്ട് ദൂരമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു വിഷമം അങ്ങ് മാറി കിട്ടിയില്ല. അത് അവർക്കും മാറി കിട്ടിയിട്ടുണ്ട്. അവരും അതേപോലെ അടിച്ചു പൊളിച്ച് വീശി അവർക്ക് ഒരു വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് തിന്നിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പം കാപ്പിൽ ബീച്ച് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കോൺസെൻട്രേഷൻ ഫുള്ള് വെള്ളത്തിലായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് പറയുക, അടിപൊളിയാണ്. കാപ്പിൽ പോകാത്തവരുണ്ടെങ്കിൽ കാപ്പിൽ വെച്ച് പോവുക, ഫാമിലി ആയിട്ട് പോവുക, അല്ലെങ്കിൽ കുട്ടീസിനെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻ്റ് ആവും പറയാം. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിരുന്നു. പക്ഷെ നമുക്ക് അതിലൊന്നും ഒരു കോൺസെൻട്രേഷനും ഇല്ലായിരുന്നു. ഒന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വായി നോക്കാൻ പോലും പറ്റിയിട്ടില്ല. അത്രയ്ക്കും നമ്മൾ ഇതിലായിരുന്നു ഫുള്ള് കോൺസെൻട്രേഷൻ. നമ്മൾ ഇപ്പുറത്ത് ഈ കടലിൽ കിടന്ന് മറിയണ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പുറത്തെ വശത്ത് കായലാണ്, അതിലും ഇതേപോലെ കിടന്ന് മറിഞ്ഞ് കുട്ടീസിനെ ഇറക്കാനെന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ ഇനി ബാക്കി പ്രശ്നങ്ങൾ നാളെ അറിയാൻ ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങളല്ല, അവർ ഈ വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞ് വല്ല പനി അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. അവർ അടിപൊളിയായിട്ട് എൻജോയ്മെൻ്റ് ചെയ്ത്. ഞങ്ങൾക്ക് എന്തായാലും ഈ ട്രിപ്പ് വെറുതെ ആയിട്ടില്ല, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന കണക്ക് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മറ്റേ